യേശുവേ നിൻപാദം കുമ്പിടുന്നേ. യേശുവേ നിൻപാദം കുമ്പിടുന്നേ. യേശുവേ നിൻപാദം കുമ്പിടുന്നേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കാൻ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനങ്ങളാണ് ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, രണ്ട് ദൈവത്തിൻ്റെ വചനം. ഇത് രണ്ടും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നതാണ്. വിശ്വാസത്തിൽ വരുന്നവൻ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കണം. തിരുവെഴുത്തുകളിൽ നിന്ന് പഠിച്ചും നിശ്ചയവും പ്രാപിച്ചിരിക്കണം. ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവൻ മാത്രമേ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. അതുകൊണ്ട് മുന്നമേ നമുക്ക് വേണ്ടത് കർത്താവിൻ്റെ ആത്മാവ് വേണം. കാരണം കർത്താവിൻ്റെ ആത്മാവാണ് വചനം എഴുതിയത്. കർത്താവിൻ്റെ ആത്മാവിനാലാണ് ഈ വചനം നമുക്ക് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ആത്മാവിൻ്റെ സഹായമില്ലാതെ വചനം പഠിക്കാമെന്ന് വിചാരിക്കേണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കണം. നമുക്കിന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് 1-ാം സങ്കീർത്തനം 1 മുതൽ 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തന പുസ്തകം മോള് വായിച്ചേ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിച്ചു കേട്ടത് ദൈവഭക്തൻ ആരായിരിക്കണം, എങ്ങനെയുള്ളവനായിരിക്കണം. അതിന് ഒരു ഉപമ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഒരു വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഭക്തൻ എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തോട് സമനാണ്. ഒരു വൃക്ഷമായി കഴിഞ്ഞാൽ നമുക്കറിയാം, അതിന് വേരുണ്ട്, തടിയുണ്ട്, കമ്പുകളുണ്ട്, ഇലകളുണ്ട്. വളവും വെള്ളവും ഭൂമിയിൽ നിന്ന് വേര് മുഖാന്തരം തടിയിൽ പ്രവേശിക്കുന്നു. അങ്ങനെ പ്രവേശിച്ച വളവും വെള്ളവും ചേർന്ന് സൂര്യപ്രകാശത്താൽ ഇലയിൽ വെച്ച് പാകം ചെയ്ത് വളർച്ച പ്രാപിക്കുന്നു. ഇതൊരു വൃക്ഷത്തിൻ്റെ വളർച്ചയുടെ ഘടനയാണ്. ഇതുപോലെ തന്നെയാണ് ഒരു മനുഷ്യ ജീവിതം. അവൻ നട്ടിട്ടുള്ള ഒരു വൃക്ഷമാണ്. അവനെ നട്ടിരിക്കുന്നത് സമയമാകുമ്പോൾ കർത്താവ് വരും, നട്ടിട്ടുള്ളവൻ വരും. അപ്പോൾ ആ നട്ടവൻ ആ വൃക്ഷത്തിൽ അന്വേഷിക്കുന്നത് ഫലമാണ്. ആ ഫലത്തിന് വേണ്ടി വരുമ്പോൾ ആ ഫലം കായ്ച്ചിരിക്കണം. 2 വശമാണ് അതിനുള്ളത്. ലോകത്തിൽ നമ്മൾ കാണുന്ന വൃക്ഷങ്ങൾക്കെല്ലാം ഫലം കായ്ക്കുന്നതിന് അതിൻ്റെതായ സമയമുണ്ട്.
ഈ കാലം എന്ന് പറയുന്നത്, ഈ മാസങ്ങൾ എന്ന് പറയുന്നത് ചക്ക, മാങ്ങ മുതലായിട്ടുള്ള ഫലങ്ങൾ വിളയുന്ന കാലമാണ്. ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ നമ്മളൊരു ഈ വക ഫലങ്ങൾ അന്വേഷിച്ചാൽ കിട്ടുകയില്ല. കാരണം വൃക്ഷത്തിന് എല്ലാറ്റിനും അതിൻ്റേതായ ഒരു കാലവും സമയവുമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ അതേ കാലത്തിൽ മാത്രമേ അത് ഫലം കായ്ക്കുകയുള്ളൂ. ആ സമയത്ത് നട്ടവൻ ചെല്ലണം. ഈ ലോകത്തിൽ നടുന്ന ഒരു വൃക്ഷത്തിൻ്റെ പ്രത്യേകതയാണ്. വൃക്ഷത്തെ നട്ടതിന് ശേഷം വളവും വെള്ളവും ഒഴിച്ച് പരിപാലിച്ചു കഴിയുമ്പോൾ അത് വളർച്ച പ്രാപിക്കുന്നു. അങ്ങനെ വളർച്ച പ്രാപിക്കുമ്പോൾ ഫലം കായ്ക്കേണ്ടുന്ന സമയമുണ്ട്, കാലമുണ്ട്. ആ വളർച്ചയെങ്കിൽ ഉടമസ്ഥൻ കാലമാകുമ്പോൾ ഫലമന്വേഷിച്ച് ചെല്ലും. അപ്പോൾ ആ വൃക്ഷം ഫലം കായ്ക്കുന്നുവെങ്കിൽ അതിനെ വീണ്ടും വളവും വെള്ളവും എല്ലാം ഇട്ട് കൊടുത്ത് പരിപോഷിപ്പിക്കുന്നു. എന്നാൽ ആത്മീക വൃക്ഷങ്ങൾ അങ്ങനെയല്ല. ആത്മീക വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് നട്ടിരിക്കുകയാണ്. നട്ടതിന് ശേഷം വളവും വെള്ളവും എല്ലാം ഇതിലേക്ക് പകർന്നിരിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വളവും വെള്ളവുമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും, അതുപോലെ ദൈവിക വളർച്ചയും. ഇത് പ്രാപിച്ചതിന് ശേഷം നമ്മൾ ഈ ലോകത്തിൽ നട്ടിരിക്കുന്ന വൃക്ഷങ്ങളുടെ അടുക്കിലേക്ക് എപ്പോഴാണ് ചെല്ലുന്നത്? എപ്പോഴാ മുളയലിന്? ആ വൃക്ഷത്തിൻ്റെ കാലമാവും, മനുഷ്യൻ്റെ കാലമല്ല. പിന്നെ ഏത് കാര്യം? വൃക്ഷത്തിൻ്റെ കാലം. ചക്ക കായ്ക്കാനൊരു കാലമുണ്ട്, മാങ്ങ കായ്ക്കാനൊരു കാലമുണ്ട്. ഇങ്ങനെ ഓരോ കാലങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ആത്മീക വൃക്ഷങ്ങളായ ദൈവത്തിൻ്റെ മക്കൾ ഫലം പുറപ്പെടുവിപ്പാനും കാലമുണ്ട്. അത് വൃക്ഷങ്ങളുടെ കാലമല്ല, പിന്നെയോ തക്ക കാലം എന്ന് പറയും. ഏതാണ് തക്ക കാലം? ഒരിക്കൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് നടന്നു പോകുമ്പോൾ ഒരു വലിയൊരു മുന്തിരിത്തോട്ടം, അതിന് ഇടയ്ക്ക് അത്തി നിൽക്കുന്നു. അവിടെ ഒന്ന് അന്വേഷിക്കാം. കർത്താവിന് വിശന്നു. ആ അത്തിയുടെ അടുക്കിലേക്ക് അന്വേഷിച്ചു വന്നു. വലിയൊരു തടി, ധാരാളം ഇലകൾ തഴച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു ഫലത്തിന് വേണ്ടി അന്വേഷിച്ചപ്പോൾ അതിൻ്റെ ഫലമില്ല. ആ ഫലമില്ല. കർത്താവ് പറഞ്ഞു, ഇനി നിന്നിൽ ഒരിക്കലും ഫലം ഉണ്ടാകാതെ പോകട്ടെ. അത് കഴിച്ച് അവരങ്ങ് നടന്നുപോയി. തിരികെ വന്നപ്പോൾ പത്രോസ് ഈ കാര്യം ഓർത്തു. നോക്കി, ആ തടി ആ അത്തിവൃക്ഷത്തിലേക്ക് നോക്കിയപ്പോൾ അത് വേരോടെ ഉണങ്ങിപ്പോയതായിട്ട് കണ്ടു. അപ്പോൾ കർത്താവിനോട് പത്രോസ് പറഞ്ഞു, കർത്താവെ, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് ഫലം അന്വേഷിച്ച് വരുന്നത് നമ്മൾ 1-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നതനുസരിച്ച് തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷമാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ലോകത്തിൽ ഫലം കായ്ക്കുന്നതിന് തക്ക കാലം എന്ന് പറയുന്നത് ഓരോ വൃക്ഷങ്ങൾക്കും അതിൻ്റെതായ കാലമുണ്ട്. എന്നാൽ മനുഷ്യനൊന്നും വൃക്ഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തക്ക കാലം എന്ന് പറയുന്നത് ഏതാണ്? കർത്താവ് ഫലം അന്വേഷിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തുണ്ടായിരിക്കണം. ലോകത്തിലുള്ള തക്കകാലം എന്ന് പറയുന്നത്
വൃക്ഷങ്ങൾക്കൊരു സമയമുണ്ട്. ആത്മീയതയിൽ കാലം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സമയം. അപ്പോൾ കർത്താവ് അന്വേഷിച്ച് വരുമ്പോൾ ഫലം കാണണം. അന്വേഷിച്ച് വന്നപ്പോൾ ഫലം കാണാതെ വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ശപിച്ചു. അത്തി എന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. അപ്പോൾ നേരെ മറിച്ചാണെങ്കിൽ വന്നപ്പോൾ നിറച്ച് ഫലം ഉണ്ടായിരുന്നെങ്കിലോ അനുഗ്രഹിക്കപ്പെടും. ആ അത്തി എന്നേക്കും നിലനിൽക്കും. അങ്ങനെയുള്ള വൃക്ഷങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ കർത്താവ് വരുമ്പോൾ ഈ അന്വേഷിച്ച് വരുന്ന വൃക്ഷങ്ങൾ കർത്താവിൻ്റെ വരവിങ്കൽ കർത്താവ് ഫലം അന്വേഷിച്ച് വരുമ്പോൾ ഫലം കാണണം. ഫലം കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട, തൃപ്തമായി. പിന്നെ ഒരിക്കലും അവന് മുട്ടില്ല. ഫലം കായ്ക്കുന്ന വൃക്ഷമാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ 3-4 ജാതി നിൽക്കുന്നുണ്ട്. ജാതി മരം. അതിൽ 3 എണ്ണത്തിലും ഇലയും കമ്പും അല്ലാതെ ഒരു ഫലവുമില്ല. അടുത്ത ഒരെണ്ണം, അത് അത്രയും വലുതല്ലെങ്കിലും ഫലം കായ്ക്കുന്ന. അതിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന ചവറ്, വളം, വെള്ളം, വേലി, സംരക്ഷണം ഇതൊക്കെ ഭയങ്കരമാണ്. മറ്റത് നിന്ന് ഉണങ്ങിക്കൊണ്ടിരിക്കുക. കാരണം അത് ഫലം കായ്ക്കുന്നതാണ്. ഫലം കായ്ക്കുന്ന വൃക്ഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. അവിടെയാണ് ഇവിടെ നമ്മൾ എന്ത് ചിന്തിക്കുന്നത്? ഈ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു. ഇതിൽ ഫലം കായ്ക്കണം, കർത്താവ് അന്വേഷിച്ച് വരുമ്പോൾ ഫലം കായ്ക്കണമെന്നും പഠിച്ചു. ലോകപ്രകാരമുള്ള ഒരു വൃക്ഷം കായ്ക്കുന്ന ഫലം നമുക്ക് മനസ്സിലായി. തേങ്ങ, ചക്ക, മാങ്ങ ഇങ്ങനെയുള്ള ഫലങ്ങളാണ്. ആത്മീകമായി കായ്ക്കേണ്ട ഫലങ്ങൾ ഏതൊക്കെയാണ്? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കും. ഗലാത്യ ലേഖനം 5:22. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. കർത്താവ് ഇപ്പം എത്രയായി? 9 കൂട്ടം കാര്യങ്ങളായി. അപ്പോൾ ഇത് നമ്മൾ ഭൗതികമായിട്ട് കാണുന്ന പോലെ ചക്കയും മാങ്ങയല്ല, പിന്നെയോ സ്വഭാവങ്ങളാണ്. സ്വഭാവമാണ് വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈ സ്വഭാവം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ഈ 9 സ്വഭാവം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സ്നേഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പോളിന് പപ്പയോടും മമ്മിയോടും ലോവീസിനോടും സ്നേഹമില്ലേ? ഉണ്ട്. ഇവിടെ വരുന്നത് ഞങ്ങളോട് സ്നേഹമില്ലേ? ഉണ്ട്. സ്കൂളിൽ ചില കൂട്ടുകാരോട് സ്നേഹമില്ലേ? ഉണ്ട്. ഇതിപ്പോൾ സ്നേഹമില്ലാത്ത ആരുമില്ല, സന്തോഷമില്ലാത്ത ആരുമില്ല, സമാധാനമില്ലാത്ത ആരുമില്ല. പക്ഷേ ഈ ദൈവം ഇതായിട്ട് കണക്കൂട്ടുന്നില്ല. ഇത് ഫലമായിട്ട് കണക്കൂട്ടുന്നില്ല. ഫലം പറിച്ച് തിന്നുന്നതായിട്ട് ദൈവം കണക്കൂട്ടുന്നില്ല. ദൈവം അവന് ഫലം ഉണ്ടെന്ന് പറഞ്ഞാൽ അതെപ്പോൾ കായ്ക്കണം? തക്ക കാലത്ത് കായ്ക്കണം. തക്ക കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അന്വേഷിച്ച് വരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് വേണം? ഈ സ്നേഹം അന്വേഷിച്ച് വരുമ്പോൾ വേണം. എപ്പോഴാണ് കർത്താവ് അന്വേഷിച്ച് വരുന്നത്? കർത്താവ് അന്വേഷിച്ച് വരുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരിക്കൽ ഇസ്രായേലിൽ ഭയങ്കര ക്ഷാമമാണ്. അപ്പോൾ അവിടെ
കഴുതയ്ക്കും കുതിരയ്ക്കുമുള്ള പുല്ല് വരെയില്ല. അതുപോലെ മഴയില്ലാതെയും വെള്ളമില്ലാതെയും വിഷമിക്കുക. ഈ സമയത്ത് എല്ലാ കുടുംബങ്ങളിലും ഭക്ഷണം തീർന്നു. എല്ലാം ഭക്ഷണം അങ്ങ് തീർന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വിധവയും കുഞ്ഞും ഉണ്ട്. അത് ഏത് വിധവയും കുഞ്ഞുമാ? സാരെഫാത്തിലെ വിധവയും മകളുമാണ്, കുഞ്ഞുമാണ്, മോനുമാണ്. അപ്പോൾ അവിടെ വന്നപ്പോഴേക്കും അവിടെ ഇവരുടെ കുടുംബത്തിലും ക്ഷാമമായി, ഒന്നുമില്ല. പക്ഷെ അവസാനം തീർന്ന് പിടിച്ചു വെച്ചിരുന്ന് അമ്മയും മോനും മാത്രമേ ഉള്ളൂ. ഒരു പിടി മാവ് മാത്രമായി. ഒരു പിടി മാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണക്കനുസരിച്ച് നമ്മൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കാം, ഒരട ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇച്ചിരി എണ്ണയിരിപ്പുണ്ട്. ഇതുകൊണ്ട് ഒരു നേരം കഴിക്കാനുള്ളത് കഷ്ടിയുള്ളവർ പിന്നെ ഇല്ല. ഇവിടെ നമുക്ക് ഇല്ല എങ്കിൽ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. ഇനി അയൽപക്കത്തുകാരോട് ചോദിക്കാം, ഒരു ഇച്ചിരി എണ്ണയും തരാമോ, ഇത്തിരി പൊടിയും തരാമോ, ഞങ്ങളങ്ങ് തരാം എന്ന് പറയാനില്ല. അത്ര കഠിന ക്ഷാമമാണ്. എല്ലാം ശോഷിച്ച് ഒന്നുമില്ലാതെ വന്നിരിക്കുക. അപ്പോഴാണ് ഏലിയാവ് അവിടെ വരുന്നത്. കർത്താവ് അയച്ചതാ. ഏലിയാവ് അവിടെ വന്നപ്പോൾ ഈ വിധവ അവരുടെ പറമ്പിൽ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏലിയാവ് പറഞ്ഞ് ഒരിത്തിരി വെള്ളം കുടിക്കാൻ വേണമല്ലോ. നോക്കിയപ്പോൾ കർത്താവിൻ്റെ ദാസനാണ്. അവൾ വെള്ളം എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് പോയപ്പോൾ ഒരടയും കൂടെ കൊണ്ടുവരണേ. അപ്പം അന്നത്തെ കാലം ഓർക്കണം. ഇന്നത്തെ പോലെ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനും ഇല്ലെങ്കിൽ മേടിക്കാനുമുള്ള സൗകര്യമുള്ള സ്ഥലമല്ല, സമയമല്ല. നീ വെള്ളം എടുത്തിട്ട് വരുമ്പോൾ ഒരു അടയും കൂടെ കൊണ്ടുവരണമേ. അപ്പോൾ വിധവ തിരിച്ചു പറഞ്ഞു, നിനക്കറിയാലോ ഈ ദേശത്ത് മുഴുവൻ ക്ഷാമമുള്ളത്. ഞങ്ങളുടെ എല്ലാം തീർന്ന് ഞങ്ങൾ കലത്തിൽ ഇത്ര ഒരു പിടി മാവ് ഇരിപ്പുണ്ട്, ഇത്തിരി എണ്ണ ഇരിപ്പുണ്ട്, ഞാനും ഉണ്ട് മോനും ഉണ്ട്. ഞങ്ങൾ അതുകൊണ്ട് അടയുണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി മോനും കൊടുത്ത് ഞാനും കഴിച്ച് പിന്നെ മരിക്കാൻ പോവാ. കാരണം പിന്നെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, ശരി, നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഒരു അടയുണ്ടാക്കി എനിക്ക് കൊണ്ടുവന്നാ, എനിക്കൊരു അടയുണ്ടാക്കി കൊണ്ടുപോവാ. അതിന് അങ്ങനെ നീ ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഇവിടെ സമൃദ്ധിയായിട്ട് മഴ പെയ്ത് ധാന്യം ഉണ്ടാകുന്നവരെയും നിന്റെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും തീർന്നു പോവില്ല. വിധവ നോക്കിയപ്പോൾ എങ്ങനെയാണെന്നറിയാവോ? ഇത് സാധാരണ കളിയല്ല. വിശപ്പിൻ്റെ വില നമുക്കറിയില്ല. ഞാൻ പലപ്പോഴും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണമൊക്കെയാണ് മേശപ്പുറത്ത് വീഴണമെങ്കിൽ ആരും അറിയാതെ ഞാനെടുത്ത് അകത്തിടും, പ്ലേറ്റിലിടും. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഭക്ഷണത്തിൻ്റെ വിഷമം അറിയില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഭക്ഷണം കൊണ്ടുവരാൻ നിവൃത്തിയില്ലാത്തവർ കുട്ടികൾ ഉച്ചയാകുമ്പോൾ അവരുടെ മുഖം വാടിയിരിക്കും. എന്താ ഇന്ന് നമ്മൾ അന്വേഷിച്ചറിയുന്നുണ്ട്. ഇപ്പോഴതൊക്കെ ഓർക്കുന്നേ, മുഖം ഇങ്ങനെ ഏകദേശം ചുമന്നിരിക്കും. അവർ ഇങ്ങനെ വിശന്നിട്ടാ അവർ പോയിട്ട് വെള്ളം കുടിക്കും. ചിലപ്പോൾ ഉപ്പുമാവ് ഉണ്ടാവില്ല. അങ്ങനെ ചുരുക്കം പറയാനുള്ള അറിയേണ്ടത് ഭക്ഷണത്തിനില്ലായ്മയുടെ ക്ഷാമത്തിൻ്റെ ഭീകരത. ക്ഷാമം എന്ന് പറഞ്ഞാൽ വാളെന്നാണ് പറയുന്നത്. ക്ഷാമം എന്ന വാളെന്നാണ് പറയുന്നത്, വേദവസം പറയുന്നത്. അതിനും പറയുന്നത് വാളുകൊണ്ട് മരിക്കുന്നവൻ ബാക്കിയെന്ന് പറഞ്ഞ് വിശപ്പുകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭാഗ്യവാനാണ്. അറിയാവുന്നവൻ പറയും, നിന്നെ ഞാൻ നീ മരിക്കും, ഒന്നുകിൽ നീ പട്ടിണി കിടന്ന് മരിക്കും, അല്ലെങ്കിൽ നീ വാളുകൊണ്ട് കൊല്ലും.
വാളുകൊണ്ട് മരിക്കും. അറിയാവുന്നവൻ എന്ത് പറയുമെന്നറിയോ? വാളുകൊണ്ട് കൊന്നു, പട്ടിണി കൊണ്ട് ഞാൻ മരിക്കരുത്. അത്ര ഭയങ്കരമാണ് ഈ പട്ടിണി എന്ന് പറയുന്നത്. ആ സ്ഥിതിയിലാണ് ഇന്നിപ്പോൾ അവർ വന്നു നിൽക്കുന്നത്, ഈ വിധവയും മോനും വന്നു നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഏലിയാവ് പറയുന്നത്, ആദ്യം ഒരു അടയുണ്ടാക്കി എനിക്ക് കൊണ്ടുവന്ന് തരാൻ. പിന്നെ ഉണ്ടോ അട? പിന്നെ അടയില്ല, പിന്നെ എണ്ണയില്ല, പിന്നെ പൊടിയില്ല, പിന്നെ ഒന്നുമില്ല. പക്ഷേ ഏലിയാവ് പറയുന്നത് കേട്ട് അവൾ വിശ്വസിച്ച് പോയി ആ ഒരു പിടി മാവും എണ്ണയും എടുത്ത് അടയുണ്ടാക്കി കൊണ്ടുവന്ന് കർത്താവിൻ്റെ ദാസന് കൊടുത്തു. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, പിന്നെ ഇസ്രായേലിൽ മഴയും മഞ്ഞും പെയ്ത് ധാന്യം വിളഞ്ഞ് സമൃദ്ധിയാകുന്നവരെയും ഈ സ്ത്രീയുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കഴിഞ്ഞു പോയില്ല. കാരണം എന്താ? കാരണം ഏലിയാവ് ഈ വിധവയുടെ അടുക്കൽ വന്നപ്പോൾ വേറൊരാൾ കൂടെ വന്നു. ആര്? കർത്താവ് അത്തിയിൽ ഫലം അന്വേഷിച്ച് ചെല്ലുന്നത് പോലെ ആരും വന്ന്? കർത്താവും വന്നു. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്? ഏലിയാവുണ്ട്, കർത്താവുണ്ട്, വിധവയുണ്ട്. ഏലിയാവിന് വേണ്ടത് അടയും വെള്ളവും, വിധവയ്ക്ക് വേണ്ടത് ഒരു നേരത്തെ ഭക്ഷണം, കർത്താവിന് വേണ്ടത് ഫലം. 3 പേരുടെയും അവസ്ഥ നോക്കിക്കോളണം. ഇതിൽ ജയിച്ചാൽ ഈ വിധവ ഈ ഫലം കൊണ്ടുവന്ന്, ഈ അട കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്ത് ഏലിയാവ് കഴിച്ചാൽ 2 പേര് ഭക്ഷണം കഴിക്കും. ആരൊക്കെയാ? കർത്താവ് ഫലം പറിച്ച് തിന്നും, ഏലിയാവ് അട ഭക്ഷിച്ച് പാനം ചെയ്യും. ഈ 2 പേരും ചെയ്യും. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി വിധവയുടെ ജീവിതത്തിൽ അധ്വാനിക്കണ്ട. ഇനി ഒരിക്കലും ഞങ്ങൾ എങ്ങനെ ജീവിക്കും, എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളത് വിധവ ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? അത്യല്പത്തിൽ വിശ്വസ്തൻ, അധികത്തിൽ വിശ്വസ്തൻ. അപ്പൊ ഇത്രയും ഈ വിധവയുടെ അടുക്കളയിൽ ഒന്നും ഇല്ലാതാക്കിയത് ആരാ? ദൈവമാ. എന്തിനു വേണ്ടിയിട്ട്? ഫലം പറിക്കാൻ. അത്യല്പത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ഫലം പറിക്കാൻ കർത്താവ് വരും. അപ്പൊ ഇസ്രായേലില് ഭയങ്കര ക്ഷാമമാണ്. അപ്പോൾ കർത്താവിൻ്റെ നമ്മൾ മനോഗതം പറയുക, ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഫലം പറിക്കാൻ പോകുന്നുണ്ട്. എവിടെയാണ്? സാരഫാത്തിലെ വിധവയുടെ അടുത്ത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? അവൾക്കുള്ളതെല്ലാം കുറയ്ക്കണം. ഓരോന്നോരോന്ന് നഷ്ടപ്പെടാൻ തുടങ്ങി. ചാക്ക് കണക്കിന് അരി ഉണ്ടായിരുന്നത് തീർന്ന്, ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നത് തീർന്ന്, യവ ഉണ്ടായിരുന്നത് തീർന്ന്, വലിയ ജാറിൽ എണ്ണ ഉണ്ടായിരുന്നത് എല്ലാം തീർന്നു. ഇതെല്ലാം തീരുമ്പോഴത്തേക്കും വിധവയ്ക്ക് ടെൻഷനാ. എന്താ കാരണം? തീർന്നാൽ പിന്നെ ജീവിക്കണ്ടേ. പക്ഷെ കർത്താവ് നോക്കിയിരിക്കുക എന്തിനു വേണ്ടിയിട്ട്? ഇത് തീർന്നിട്ട് എവിടെ വരണം? അത്യല്പത്തിൽ വരണം. അത്യല്പത്തിൽ വരുമ്പോൾ ഇവളോട് ചെന്ന് ചോദിക്കണം. എന്ത് ചോദിക്കണം? ഈ അട ഉണ്ടാക്കി തരാൻ പറയണം. അതിൽ അവൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വേണ്ടി കരുതണ്ട, അവൾക്ക് വേണ്ടി സ്വരൂപിക്കണ്ട, ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കണ്ട. അവൾക്ക് വേണ്ടതെല്ലാം കർത്താവ് കരുതിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരുക്കം കർത്താവ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 പേരും നേട്ടം കൊടുത്തോടുകൂടിയുമായി. ആരൊക്കെ? ഏലിയാവ് ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു.
കർത്താവ് ഫലം അനുഭവിച്ചു, അനുഗ്രഹിച്ചു. വിധവ ഒരട ചുട്ടുകൊണ്ടുവന്ന് കൊടുത്തു. തൻ്റെ ആയുഷ്കാലം മുഴുവനും തൻ്റെ ഭൂമിയിൽ ധാന്യം വിളഞ്ഞ് സമൃദ്ധിയാകുന്നവരെയും ആ കുടുംബവും അവളുടെ ചാർച്ചക്കാരും എല്ലാവരും വന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. പ്രധാന സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ദൈവം ഫലമായിട്ട് കണക്ക് കൂട്ടണമെങ്കിൽ, ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ ചെന്ന് എനിക്കൊരു അട വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കില്ലേ? ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നിച്ച് പറയാം, ഒരു ചപ്പാത്തി തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2 എണ്ണം കൊടുക്കും, കറിയും കൊടുക്കും. പക്ഷെ അത് ഫലമായിട്ട് കണക്ക് കൂട്ടുമോ? അത് ഫലമായിട്ട് പൂർണ്ണമായിട്ട് കണക്ക് കൂട്ടില്ല. ദൈവം കണക്ക് കൂട്ടണമെങ്കിൽ ദൈവം അതിനു വേണ്ടി ഒരുക്കി ഉള്ള സമയമുണ്ട്. അതിന് ഈ കാര്യങ്ങൾ മുഴുവനും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 9 കൂട്ടം കാര്യങ്ങളും അതിൻ്റെ സമയത്ത് ചെയ്യണം. എങ്ങനെ? ഇത് ഒന്നാമത്തതാണ് സ്നേഹം. സ്നേഹം എന്ന് പറയുമ്പോൾ, സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചതുപോലെ സ്നേഹമില്ലാത്തൊരാരുമില്ല. പക്ഷേ കർത്താവ് പോള് ഫലം കായ്ക്കുന്ന വൃക്ഷമാണ് എന്ന് കർത്താവ് അവിടെ വാദിച്ചാൽ ശത്രു പറയും ഫലമൊക്കെ കണക്കാണ്. അവൻ അപ്പോൾ ഒരു കർത്താവ് പറയും അവൻ സ്നേഹം ഉണ്ട് കേട്ടോ, അവന് ഒന്നുമില്ല. അത് ഫലം പറിക്കാൻ ചെല്ലുമ്പോൾ കാണാം. ഇപ്പോൾ കുറേ സ്നേഹമൊക്കെ ഉണ്ട്, അവൻ്റെ കൂട്ടുകാരോടും അവൻ്റെ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളൊക്കെ സ്നേഹമുണ്ട്. ഫലം പറിക്കാൻ കർത്താവ് ചെല്ലുമ്പോൾ കാണണം. സമ്മതിച്ചു, ശരി. ഫലം പറിക്കാൻ പോളിൻ്റെ അടുത്തേക്ക് വിടുക. ഏത് ഫലമാ? സ്നേഹം എന്ന ഫലം പറിക്കാൻ വിടുക. സ്നേഹം എന്ന ഫലം പറിക്കാൻ വന്നപ്പോഴത്തേക്കും പോള് ഇതുപോലെ വെറുക്കുന്ന ഒരു മനുഷ്യൻ, പോളിനെ ഉപദ്രവിച്ചിട്ടുള്ള പോളിൻ്റെ ശത്രു വരുക. എന്നാ പോളെ? അപ്പോൾ പോളിൻ്റെ മുഖം ഒരു തൊട്ട് പുറകെ ആരുണ്ട്? മറ്റവൻ വന്നതിൻ്റെ തൊട്ട് പുറകെ ആരുണ്ട്? കർത്താവുണ്ട്. കർത്താവ് എന്തിനാ തന്നെ ഫലം പറിക്കാൻ? ഈ ദുഷ്ടനെ കൊണ്ടുവന്ന ആരാ? കർത്താവാ കൊണ്ടുവന്നേ. കർത്താവിന് സ്വന്തം. ഒരു അതിശയകര ഒരു കാര്യമുണ്ട്. കാരണം 3 മാസം മുമ്പ് എന്നെ ഇദ്ദേഹത്തെ റോയിയെ ഉപദ്രവിച്ചിട്ടുള്ളൊരു മനുഷ്യൻ, ഇങ്ങനെ എത്രയോ ഉപദ്രവിച്ചിട്ടുള്ളതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മനുഷ്യന് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്നും അങ്ങനെ നമ്മൾ വലങ്കൈ എറിയുന്ന ഇടങ്കൈ അറിയരുതെന്നല്ലേ. അതുകൊണ്ടാണ് അത്ര ഭയങ്കര കാര്യങ്ങൾ ഞങ്ങൾ ആ മനുഷ്യനോട് ചെയ്തിട്ടുള്ളതാണ്. ആ മനുഷ്യൻ തിരിച്ച് ഞങ്ങളോട് ചെയ്തിട്ടുള്ള ദ്രോഹം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 3 മാസം 4 മാസം 3.5 മാസമായെന്ന് തോന്നുന്നു, ഞാൻ ഒരു ചർച്ചിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ മനുഷ്യൻ താഴത്തേക്ക് വന്ന് നിൽക്കുക. സ്തോത്രം. ഞാൻ എന്തിയെന്ന് ചോദിച്ചു. എനിക്കൊരു 10,000 രൂപ വേണം. നിവൃത്തിയില്ല, എന്തൊക്കെയോ പരാതികൾ പറഞ്ഞു. എങ്ങനെ ഇതെങ്ങനെ ഈ മനുഷ്യൻ എന്നോട് ചോദിക്കാൻ കഴിയുന്നു? ഞാനങ്ങോട്ട് പെട്ടെന്ന് മനുഷ്യനല്ലേ, കാരണം ആ മുഖവും ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഞാനിപ്പുറത്ത് വന്ന് റോയെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇതിൻ്റെ പിന്നിൽ കർത്താവാ. വചനം എഴുതിയിരിക്കുന്നത് എന്താ? വചനം എഴുതിയിരിക്കുന്നത്, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കാം, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കാം. ഒരു കാര്യവും അതിലൊരു ആ തൊട്ട് താഴ്ത്ത് വേറൊരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ വചനം നിവൃത്തിയായെന്ന് പറഞ്ഞതാ. യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ കടം കൊടുക്കാം. കാരണം ഇവൻ ഇത് കടം ചോദിക്കും. അതാ അന്ന് അത്രയും അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലായില്ലായിരുന്നു. ഇപ്പോൾ പോളിനോട് ഒരാൾക്ക് അത്രയും വൈരാഗ്യം, പോളിനെ ഞാൻ ഉപദ്രവിച്ചെന്നിരിക്കട്ടെ, ഞാൻ സകല വിധത്തിലും ദൂഷണം പറഞ്ഞു, ഉപദ്രവിച്ചു, നഷ്ടം വരുത്തി, വെറുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ
കാര്യമില്ലാതെ ഞാൻ അങ്ങ് വെറുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പോളിൻ്റെ അടുത്ത് വരും സഹായം ചോദിച്ചുകൊണ്ട്. അത് വ്യവസ്ഥയായിരുന്നു. ആ സമയം വരുമ്പോഴത്തേക്കും ഈ സഹായം ചോദിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും തൊട്ട് പുറകെ ആര് വരും? കർത്താവ് വരും. മനസ്സിലായില്ലേ? ആരുടെ പുറകെയാ? നമ്മെ സകല വിധത്തിലും ഉപദ്രവിച്ചിട്ടുള്ള ആള് നമ്മുടെ അടുത്തേക്ക് വരിക. സാധാരണ നമുക്ക് എങ്ങനെ ഉണ്ടാകും? എത്രമാത്രം ദേഷ്യം ഉണ്ടാകും, എത്രമാത്രം അറപ്പുണ്ടാകും. ഞാൻ നീയായിട്ട് എൻ്റെ ബന്ധം എന്ന് തിരിച്ചു ചോദിക്കേണ്ട കാര്യമുള്ളൂ. അന്ന് റോയി ആദ്യം ഒരു എങ്ങനെയാ അവിടെ ചെല്ലട്ടെ, അങ്ങനെ ചോദിക്കട്ടെ, ഇങ്ങനെ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ദൈവമാണ് എൻ്റെ പുറകിൽ, കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ 10,000 രൂപ അപ്പോൾ തന്നെ എടുത്ത് റോയി അവിടെ കൊണ്ട് കൊടുത്തിട്ട് വചനം പറയുന്നത്, അതിനെ തൊട്ട് താഴ്ത്ത് വേറൊരു വചനമുണ്ട്, യഹോവ നിനക്ക് പ്രതിഫലം തരുമെന്ന്. ഞങ്ങളും പറഞ്ഞു തീർന്ന് 1 മണിക്കൂർ ആയില്ല എന്ന് ഞാൻ തോന്നുന്നു, നിസ്സാര സമയമായുള്ളൂ. ഞങ്ങൾക്ക് ഒരു 50,000 രൂപ ഒരാൾ, 50,000 രൂപ. വചനത്തിൻ്റെ നിവൃത്തി എന്ന് പറയുന്നത് അത്ര ഭയങ്കരമാണ്. പറയുന്നത് എന്താ? ദൈവം എന്താ അനുഭവിക്കണം? ഫലം അനുഭവം. നമ്മുടെ അടുത്ത് നമുക്ക് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി നമ്മൾ നിന്നാൽ മാത്രം മതി. പിന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട. നമുക്ക് വേണ്ടത് എന്തെന്ന് കർത്താവ് കരുതിക്കൊള്ളും. പക്ഷെ ഓർത്തോളണം, ഇങ്ങനെ ഒരാൾ സാക്ഷ്യം പ്രാപിച്ച ഒരാളുടെ പേര് പറയാമോ? അവൻ ഫലം കായ്ക്കുന്ന വൃക്ഷമാണെന്ന് ഒരാളെ കുറിച്ച് കർത്താവ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആരാന്നറിയോ? ആര്? അല്ല, ഇത് പക്ഷെ കർത്താവ് ഇങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. യോബ് പറഞ്ഞ അത് ശരിയാണ്. പക്ഷെ ഒരു വാക്യം ഇങ്ങനെ തന്നെയുണ്ട്, യോസേപ്പ് ഫലം കായ്ക്കുന്ന വൃക്ഷം. എന്നറിയോ? യോസേപ്പ് ബാല്യത്തിലെ തന്നെ, കുഞ്ഞിലെ ഈ പ്രായത്തിലൊക്കെ, ഇതിനേക്കാൾ ഇച്ചിരി പ്രായമുള്ളപ്പോൾ സ്വന്തം സഹോദരങ്ങൾ കൊല്ലാൻ പോവുക, വസ്ത്രം ഊരിയിട്ട്. അപ്പൊ ഈ കൊച്ചു പറഞ്ഞ്, കൊല്ലല്ലേ ചേട്ടായി, കൊല്ലല്ലേ. അത് കൂടാതെ ഇവനെന്ത് ചെയ്യുന്നറിയോ? ഇവനെ പിടിച്ച് പൊട്ടക്കണ്ടിലിട്ട്. അത് രൂപേൻകാരനാ, അല്ലെങ്കിൽ കൊന്നേനെ. പൊട്ടക്കണ്ടിലിട്ട് ഇട്ടപ്പോഴും ഓർത്ത്, എന്നെ കൊല്ലല്ലേ. പക്ഷെ അവർ സമ്മതിച്ചില്ല. ഈ കുഞ്ഞ് കാണുക, നോക്കണം, ഈ കുഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ കിണറ്റിൽ നിന്ന് കയറ്റിയതിന് ശേഷം പൈസ എണ്ണി മേടിക്കുക. ഇവനെ ഇസ്മായിലർക്ക് വിറ്റിട്ട് ആ കാശ് സഹോദരന്മാർ എണ്ണി മേടിക്കുക. അയ്യോ, അതായത് പറഞ്ഞ സ്വന്തം സഹോദരങ്ങളാണ് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു, യോസേഫ് മിസ്രയീമിനൊക്കെ അധിപതിയായി. ഒടുവിൽ അപ്പൻ്റെ മരണശേഷം എല്ലാവരും കൂടെ വന്നങ്ങ് വീണ്, സഹോദരന്മാരും കൂടെ വീണു. കാരണം സഹോദരന്മാർ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാക്കോബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂക്ഷിച്ചിരുന്നോളണം, നിങ്ങൾ ചെറുപ്പത്തിൽ യോസേപ്പിനോട് ചെയ്തത് മുഴുവൻ അവന് ഓർമ്മയുണ്ട്. ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അവനൊന്നും ചെയ്യില്ല. ഞാനങ്ങ് മരിക്കുമ്പോൾ വേഗം ചെന്ന് അവൻ്റെ കാല് പിടിച്ചോളണം, ഇല്ലെങ്കിൽ ഒരു ഒറ്റ എണ്ണത്തിനെ അവൻ വെച്ചേക്കില്ല. അപ്പൻ്റെ ശവടക്കം കഴിഞ്ഞതിന് ശേഷം വന്ന് യോസേപ്പിൻ്റെ കാൽക്കൽ ഇവർ സഹോദരന്മാരെല്ലാവരും കൂടെ വീണു. രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ, ഇവരെല്ലാവരും അവരുടെ മക്കളും എല്ലാം കൂടെ വീണു. ഞങ്ങൾ ചെറുപ്പത്തിൽ അങ്ങനെ യോസേപ്പിനോട് ദോഷം ചെയ്തു പോയി. പുറകെ ആരുണ്ട്? പറ, ആരുണ്ട് പുറകെ? ഇവര് യോസേപ്പിന്റെ കഴുക്ക് വന്ന് വീഴുമ്പോ പുറകെ ആരുണ്ട്? സറഫത്തിലെ വിധവയുടെ അടുക്കൽ ചെന്നപ്പോ പുറകെ ആര് വന്നിട്ടുണ്ട്? കർത്താവ് വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ബലം പറിക്കാൻ. ഇത് കേട്ടപ്പോ, സഹോദരന്മാർ ഇത് പറഞ്ഞു കേട്ടപ്പോ യോസേപ്പ് അങ്ങ് കരഞ്ഞ്. യോസേപ്പ് പറഞ്ഞ്, സഹോദരന്മാരെ, ഞാൻ
ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നുവോ? പ്രതികാരം ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. ഞാൻ പ്രതികാരം ചെയ്യില്ല. നിങ്ങളന്ന് എന്നോട് അങ്ങനെ ദോഷം ചെയ്ത് എന്നെ ഇങ്ങനെ ഇസ്രായേലിന് ദൈവത്തിൻ്റെ ജനത്തിന് നന്മ വരാൻ വേണ്ടിയിട്ട് കർത്താവ് അനുവദിച്ച കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് നിങ്ങളാരും പേടിക്കണ്ട, നിങ്ങളെ ഞാൻ പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് ഇവരുടെ കുഞ്ഞുകുട്ടികളെ മുഴുവനും സമൃദ്ധിയായിട്ട് സമ്പന്നമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം യോസേഫ് ഉണ്ടാക്കി കൊടുത്തു. സ്വർഗത്തിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞ്, എന്താ? യോസേഫ് ആര്? ഫലം കായ്ക്കുന്ന ഫലപ്രദമായ വൃക്ഷം, അവൻ്റെ കൊമ്പ് മതിലിന്മേൽ പടരും. പിന്നെ അവനോ അവൻ്റെ തലമുറയ്ക്കോ എങ്ങനെ ജീവിക്കുമെന്ന് പേടിക്കണ്ട. ഫലം കായ്ക്കുന്ന വൃക്ഷം ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഫലം കായ്ച്ച വൃക്ഷം, ആ ഫലം ദൈവം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനും അവൻ്റെ കുടുംബത്തിനും തലമുറയ്ക്കും വേണ്ടിയിട്ടുള്ളത് ദൈവം കരുതിക്കോളും. മനസ്സിലായല്ലോ? കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിർത്തുക. നമ്മൾ കേട്ട വചനം, ആറ്റിനകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. ലോകത്തിലുള്ള സകല വൃക്ഷങ്ങൾക്കും ഫലം കായ്ക്കുന്നതിന് വൃക്ഷങ്ങളുടേതായ സമയമുണ്ട്. ഇതുപോലെ തന്നെയാണ് ആത്മീയ വൃക്ഷങ്ങളായ ദൈവത്തിൻ്റെ ജനവും. അവരെ നട്ടിരിക്കുന്ന ഇടത്ത് ദൈവം ഫലം പ്രാപിപ്പാൻ വരും. കർത്താവ് ഫലം പറിക്കാൻ വരുമ്പോൾ അവനിൽ ഫലം കണ്ടാൽ അവൻ അനുഗ്രഹിക്കപ്പെടുവനാകും. അവനും അവൻ്റെ തലമുറയും എന്നേക്കും ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കും. ആ സമയത്ത് ഫലമില്ല എങ്കിൽ ശപിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് ദൈവഭക്തനായ ഒരു മനുഷ്യൻ എപ്പോഴും ഉടയവൻ ഫലം പറിക്കാൻ വരുന്ന സമയത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ ഇരിക്കണം? ഫലം പറിക്കാൻ വരുന്ന സമയത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് സ്നേഹം എന്ന ഫലം പറിക്കാൻ വരുവാണെങ്കിൽ അതിൻ്റെ ലക്ഷണം എന്തായിരിക്കും? പറഞ്ഞു. സ്നേഹം എന്ന ഫലം പറിക്കാൻ വരുക കർത്താവ്, നമ്മിൽ നിന്ന് പറിച്ച് തിന്നാൻ വരുക. അങ്ങനെ വരുന്നതിൻ്റെ ലക്ഷണം എന്താ? നമ്മുടെ അടുത്തേക്ക് ആര് വരും? ഇത്രയും പറഞ്ഞിട്ട് ചിന്തയില്ലാതായി പോയല്ലോ. നമ്മുടെ അടുത്തേക്ക് നമ്മൾ ഏറ്റവും വെറുക്കുന്നതും നമ്മെ ഉപദ്രവിച്ചിട്ടും ആ ശത്രു വരും. ആ ശത്രുവിനോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും കർത്താവ് ഫലം അനുഭവിക്കുന്നത്. നമ്മെ വെറുക്കുന്നതും ഉപദ്രവിക്കുന്നതും നമ്മെ ദ്രോഹിക്കുന്നതുമായ ഒരു വ്യക്തി നമ്മുടെ അടുക്കൽ വന്ന് നമ്മോട് സഹായം അല്ലെങ്കിൽ സ്നേഹം ചോദിക്കുമ്പോൾ നമ്മൾ ഒരു മടിയും കൂടാതെ ദൈവവചനത്തെ ഭയപ്പെട്ട് അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഉടയവൻ ഫലം പറിച്ചു തിന്ന് എന്നേക്കുമായിട്ട് നമ്മെ അനുഗ്രഹിച്ച് നമ്മുടെ അടുത്ത് പോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ആ 9 ഫലം കായ്ക്കുന്നതിന് സമയമുണ്ട്. സ്നേഹമെന്ന് ഫലം കായ്ക്കണമെങ്കിൽ എപ്പോഴാണ്? പറഞ്ഞേ. ശത്രു നമ്മുടെ അടുത്ത് വരുമ്പോൾ കർത്താവ് ഫലം അന്വേഷിച്ചു വരും. വിശ്വസ്തത എന്ന ഫലം അന്വേഷിച്ചു വരുന്നത് എപ്പോഴായിരിക്കും? വിശ്വസ്തത എന്ന ഫലം നമ്മൾ അന്വേഷിച്ചു വരുന്നത് എപ്പോഴായിരിക്കും? വിധവയ്ക്ക് എപ്പോഴാ? അല്പമല്ല, അത്യല്പം, ഇച്ചിരി ഉള്ളൂ. അത്യല്പത്തിൽ വരുമ്പോൾ വിധവയുടെ അടുക്കൽ കർത്താവ് വരും. കർത്താവ് സഹോദരം, ഇങ്ങനെ ആ 9 കാര്യങ്ങൾക്കും കർത്താവ് അന്വേഷിച്ചു വരുന്ന സമയമുണ്ട്. ആ സമയം നോക്കി നമ്മൾ ഇരുന്ന് കൊള്ളണം. ഇത് ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിലും അനുഗ്രഹിക്കപ്പെടണമെങ്കിലും അനിവാര്യമായിട്ടും നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ടതാണ്.
ബാക്കി അതിൻ്റെ ബാക്കിയും കൂടി ഉണ്ട്. അത് അടുത്ത ആഴ്ച നമുക്ക് എടുക്കാം. കർത്താവിന് ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ഫലം കായ്ക്കുന്നത്. കർത്താവ് ഫലം അനുഭവിക്കാൻ വരുന്നുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മതി, എന്തെങ്കിലും നമ്മൾ ഒരിക്കലും നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതിൽ ഫലം കായ്ച്ചാൽ എന്നേക്കും നാം അനുഗ്രഹിക്കപ്പെടും. ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, സ്നേഹമെന്ന ഫലം കായ്ക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് ഫലത്തിന് വരുമ്പോൾ അതിനു മുമ്പായി ആരെ പറഞ്ഞുവിടും? നമ്മളെ ഉപദ്രവിക്കുന്ന ദുഷ്ടനെ, നമ്മുടെ ശത്രുവിനെ പറഞ്ഞുവിടും. അപ്പോൾ വചനം പറയുന്നത്, നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. ആ സമയത്ത് ആ സ്നേഹം നമ്മിൽ നിന്ന് കലർപ്പില്ലാതെ പുറപ്പെട്ടു വന്നാൽ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം, നല്ല ഫലം കായ്ച്ച് അത് അനുഭവിക്കുന്ന അനുഭവത്തിൽ അവൻ, നമ്മുടെ കർത്താവ് അനുഗ്രഹിച്ച് തൻ്റെ ഇടത്തേക്ക് പോകും. ആ അനുഗ്രഹം പ്രാപിപ്പാൻ ഇത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന 9 കാര്യങ്ങളും അതിൻ്റെ സന്ദർഭവും നമ്മുടെ ഹൃദയത്തിലിരിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്ദർഭം കഴിഞ്ഞാൽ മതി. അങ്ങനെ ഒരു സന്ദർഭം മതി. അപ്പോൾ അവിടെ മുതൽ നമ്മുടെ അനുഗ്രഹം. അവിടെ മുതൽ നമ്മളെല്ലാം സമ്പന്നമായിട്ട് എൻ്റെ കയ്യിൽ ഉള്ളപ്പോൾ കൊടുക്കും എന്നൊക്കെ പറയില്ലേ? അങ്ങനെയൊന്നല്ല. ഫലം കായ്ക്കുക എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് സ്നേഹമുണ്ടല്ലോ അവരോടും. അത് നമ്മുടെ വൃക്ഷത്തിൻ്റെ സമയമാണ്. ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നത് അതിന് സമയം വേറെയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് ബാക്കി അനുഭവിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഞങ്ങൾ ചിന്തിപ്പാനിടയായി തീർന്നു. കർത്താവെ, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതായ വൃക്ഷം പോലെ ഇരിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ ന്യായപ്രമാണത്തെ ധ്യാനിച്ചും രാപ്പകൽ ആരാധിച്ചും കൊണ്ട് കർത്താവെ ദൈവമേ, കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരുന്നു കർത്താവ് ഫലം അന്വേഷിച്ച് വരുമ്പോൾ ഞങ്ങൾ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി തീർന്ന് ഞങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് ഞങ്ങളും ഞങ്ങളുടെ തലമുറയും ഞങ്ങളുടെ കുടുംബമൊക്കെയും കർത്താവിനാൽ സംരക്ഷിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാൻ ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കണം. നന്മ പ്രാർത്ഥിച്ചു. കർത്താവായ യേശുവേ, അവസാനമായിട്ടില്ല, ഇനി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന പച്ച ആമേൻ. എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, എല്ലാ നാളും മാറിയിടാത്ത യേശു നായകൻ. എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, എല്ലാ നാളും മാറിയിടാത്ത യേശു നായകൻ. എന്നുമെന്നും തൻ്റെ നാമം വാഴ്ത്തിപ്പാടിടാം, എൻ്റെ അന്തരംഗവുമേ സ്തുതിച്ചിടുക. എന്നുമെന്നും തൻ്റെ നാമം വാഴ്ത്തിപ്പാടിടാം, എൻ്റെ അന്തരംഗവുമേ സ്തുതിച്ചിടുക. എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക, എൻ സർവാന്തരംഗവുമേ വാഴ്ത്തിയിടുക. എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക, എൻ സർവാന്തരംഗവുമേ വാഴ്ത്തിയിടുക. നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നമ്മേവരോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഏവർക്കും സ്തോത്രം.